ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ലോങ് വീഡിയോസ് ചെയ്തിട്ട് കുറേ നാളായി. എനിക്ക് ലോങ് വീഡിയോസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. വീഡിയോസ് കുറച്ച് കയ്യിലുണ്ടെങ്കിലും അതിന് വോയിസ് ഓവർ ചെയ്ത് പിന്നെ പോസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പായസമാണ്, ഒരു തട്ടിക്കൂട്ട് പായസം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പറയാൻ മെയിനായിട്ടുള്ള റീസൺ എൻ്റെ കയ്യിൽ നെയ്യ് ഇല്ല. അപ്പോൾ നമ്മൾ പായസത്തിന് മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് പോലെയാണ് നെയ്യ്. അപ്പോൾ നെയ്യ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ നെയ്യ്ക്ക് പകരം നെയ്യുണ്ട്, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. അപ്പോൾ നെയ്യ്ക്ക് പകരം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബട്ടറാണ്. ബട്ടർ എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ട്. പിന്നീട് എൻ്റെ കയ്യിൽ ബ്രാഹ്മിൻസിൻ്റെ ഒരു ചെറിയ പായസം മിക്സാണ് ഉള്ളത്. പക്ഷെ അത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് എക്സ്ട്രാ കുറച്ച് വെർമസലി കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പായസത്തിലിടാൻ വേണ്ടി കുറച്ച് പംകിൻ സീഡ്സും ബദാമും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വെർമസലി അല്ലെങ്കിൽ സേമിയ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നെയ്യ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബട്ടറാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടറിലിട്ടിട്ട് നമുക്ക് വെർമസലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് മൂത്ത് വന്നിട്ട് അത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമ്മുടെ ബദാമും പംകിൻ സീഡും കൂടെ കുറച്ച് റോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും ഒന്ന് മാറ്റി വയ്ക്കണം. നമുക്കത് ചൂട് മാറിയിട്ട് മിക്സിയിലിട്ട് കുറച്ച് പൊടിച്ചെടുക്കാം. ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാത്രം എടുത്ത് വെച്ചു. ഇതിൽ ഞാൻ ആദ്യം ഒഴിക്കുന്നത് 3 ഗ്ലാസ് വെള്ളവും പിന്നെ 1 ഗ്ലാസ് പാലും. ഇത്രയൊന്നും തികയില്ല പായസം വയ്ക്കാൻ, എന്നാലും ഫസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാലും വെള്ളവും ഒന്ന് തിളച്ച് വന്ന ശേഷം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പായസം മിക്സാണ്. അതൊരു പാലട പായസം മിക്സാണ്. അപ്പോൾ ആദ്യം അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ ആദ്യം അതാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അത് അതിൽ കിടന്നൊന്ന് ഏകദേശം തിളച്ച് ഫസ്റ്റ് തിളയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വെർമസലി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പംകിൻ സീഡും ബദാമും ഒക്കെ ചൂട് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. വീണ്ടും ഞാൻ സൈഡിൽ കുറച്ച് പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പായസത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഇച്ചിരി വെന്ത് വരുമ്പോഴത്തേക്കും അത് കട്ടിയാവും. അപ്പോൾ അതിനൊന്ന് ലൂസാക്കി കൊടുക്കാനാണ് ഈ പാലും വെള്ളവും നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്നത്. അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അടുത്തത് ഏലക്ക ഞാൻ ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പായസത്തിലേക്ക്. അടുത്തത് നെയ്യ്. ഉള്ള നെയ്യ് കൊണ്ട് അതിലേക്ക് നമ്മൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തെടുത്ത് പായസത്തിലേക്ക് ചേർക്കുന്നുണ്ട്. ആകെ കുറച്ച് നെയ്യ് ഉള്ളത് കൊണ്ട് തന്നെ ലാസ്റ്റ് ഞാൻ അണ്ടിപ്പരിപ്പ് വറുത്ത ശേഷം അതിലേക്ക് ആ പാനിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് അതാണ് പിന്നെ പായസത്തിലോട്ട് ഒഴിക്കുന്നത്. അപ്പോഴത്തേക്കും പാനിലുള്ള കുറച്ച് നെയ്യും കൂടെ എന്തായാലും ആ പാലിൽ കൂടെ മിക്സ് ആവും. പിന്നെ ലാസ്റ്റ് നേരത്തെ പൊടിച്ച് വെച്ച സാധനവും കൂടെ ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാല് ലാസ്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കട്ടി പിടിക്കില്ല, നല്ല ലൂസായി തന്നെ ഇരിക്കും. അപ്പോൾ പായസം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഗസ്റ്റുകളുണ്ടായിരുന്നു. അപ്പം ആദ്യം നമുക്ക് പായസം അവർക്ക് കൊടുക്കാം. അവർക്ക് കൊടുത്ത ശേഷം പിന്നെ ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ് പായസം. എന്തായാലും പായസം കൊള്ളായിരുന്നു. അപ്പോൾ നെയ്യ് ഇല്ലെങ്കിലും നമുക്ക് പായസം വെക്കാം ബട്ടർ ഉണ്ടെങ്കിൽ. എൻ്റെ കയ്യിലുള്ള ബട്ടർ അൺസോൾട്ടഡ് ബട്ടറാണ്. സോൾട്ടുള്ള ബട്ടർ വെച്ച് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും കൊള്ളായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.